എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടുവരുന്ന 10 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, ക്രിസ്മസ് എക്സാമിൻ്റെ. ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ എക്സാം ഡേറ്റിന് മുമ്പായിട്ട് ലെസൺസും കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, നമ്മുടെ എക്സാംസിന് വേണ്ടിയുള്ള ഓരോ പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 10 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 മാർക്കിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കാം. അതായത് കൊമേഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണ്, ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് ആണ്. മാനേജ്മെൻറ്റ് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ മറ്റ് ആൾക്കാരുടെ കയ്യിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുക, ആ ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആരുടെയാണ് നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? FW ടൈലറിൻ്റെ ആണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ചില സയൻറ്റിഫിക് മെത്തേഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. സെക്കൻഡ് വൺ ആണ് ഹാർമോണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. ഹാർമോണി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ട്രസ്റ്റിൽ, അതായത് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണം, നല്ലൊരു വിശ്വസ്തത ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. തേർഡ് വൺ ആണ് കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി നടക്കുന്ന സമയത്ത് നമ്മുടെ മാനേജേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള നല്ലൊരു കോർപ്പറേഷൻ വേണം, നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്നാണ് തേർഡ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഫോർത്ത് പോയിന്റ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെറിറ്റി. അതായത് ഒരു കമ്പനിയിൽ എല്ലാ പേഴ്സൺസും എന്തായിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവർക്കെല്ലാം മാക്സിമം പ്രോസ്പെറിറ്റി നമ്മൾ കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് വേണ്ട എല്ലാ റിസോഴ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ആരുടെയാണ് 14 പ്രിൻസിപ്പിൾസ്? ഹെൻറി ഫയോളിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നമുക്ക് 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതായത് വർക്കും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യുക. അവർ എന്തൊക്കെ അനുസരിച്ചിട്ടാണ് വർക്കും കാര്യങ്ങളും ഡിവൈഡ് ചെയ്യേണ്ടത്? ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ സ്കില്ല്, എബിലിറ്റി എല്ലാം നോക്കിയിട്ട് വർക്കും കാര്യങ്ങളും ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. നെക്സ്റ്റ് ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ പവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പവറുള്ള ആളെയാണ് അതോറിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു കമ്പനിയിൽ അതോറിറ്റിക്കാർ പറയുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. നമ്മളുടെ തേർഡ് പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു കമ്പനി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മാനേജേഴ്സ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റും പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതാണ് ഒരു തേർഡ് പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. ഫോർത്ത് വൺ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ കുറേ സ്റ്റാഫുകളുണ്ടാവും. അപ്പോൾ ഈ സ്റ്റാഫുകൾ കൃത്യമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ കമാൻഡും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പാടുള്ളൂ. കമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുന്നുണ്ടല്ലോ, ആ ഒരു പ്രോസസ്സിനെയാണ് കമാൻഡ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോൾ ഇവിടെ കമാൻഡ് എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ കമാൻഡും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ കൂടുതൽ പേരോട്, അതായത് ഒന്നിൽ കൂടുതൽ പേരോട് ആ കമാൻഡും കാര്യങ്ങളും സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, എല്ലാ കമ്പനിക്കും ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലാതെ ആ കമ്പനിക്കകത്ത് ഗ്രൂപ്പിസം പാടില്ല എന്നാണ് കേട്ടോ. സിക്സ്ത് വൺ ആണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. നമ്മളൊരു കമ്പനിയിൽ വരുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്, പകരം ഒരു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എന്താണോ അത് നോക്കിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതായത് ആ ഒരു എയിം എന്താണോ, അവരുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ പേഴ്സണൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് നോക്കി വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സെവൻത്ത് വൺ ആണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. റെമ്യൂണറേഷൻ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, അതായത് നമ്മുടെ കമ്പനി, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കമ്പനിയിൽ എന്താണ് റെമ്യൂണറേഷൻ കൊണ്ട് അർത്ഥാക്കുന്നത്? കോമ്പൻസേഷൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ ചെയ്താൽ എക്സ്ട്രാ ഇൻകം കൊടുക്കുക, ആ ഒരു പ്രോസസ്സിനാണ്. ചിലവർക്ക് റെമ്യൂണറേഷൻ എങ്ങനെ പറയുന്നതായിരിക്കും ഇഷ്ടം, ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ചിലർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, കുറച്ച് ആൾക്കാരുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ അവരെ കുറച്ച് അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും ചിലവർക്ക് ഇഷ്ടം. അപ്പോൾ എന്താണോ അത് കറക്റ്റായിട്ട് എംപ്ലോയീസിന് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്.
എയ്ത്ത് വൺ ആണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് പവറോ കാര്യങ്ങളൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഒരൊറ്റ ഒരു എയിമിൽ മാത്രം അച്ചീവ് ചെയ്തിട്ട് അതിന് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയാം. ആ സ്ഥാനത്ത് ഡീസെൻട്രലൈസേഷൻ പറഞ്ഞു വെച്ചാൽ എന്താ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണ്. ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, ഒരൊറ്റ അതോറിറ്റിൻ്റെ കീഴിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, നമ്മുടെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നയൻത്ത് വൺ ആണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കെയിലാർ ചെയിൻ എന്ന് വെച്ചാൽ ബോട്ടം തൊട്ട്, അതായത് നമ്മുടെ ഒരു കമ്പനിയിൽ ഹയസ്റ്റ് പൊസിഷൻ തൊട്ട് ലോവസ്റ്റ് പൊസിഷൻ വരെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിനെയാണ് സ്കെയിലാർ ചെയിൻ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, ആ ഒരു ചെയിനിനെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. 10th വൺ ആണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു കമ്പനിയിൽ എന്ത് സാധനം വെക്കുകയാണെങ്കിൽ അതിനൊരു ഓർഡർ വേണം. അതുപോലെ തന്നെ പേഴ്സൺസ് കറക്റ്റായിട്ട് എല്ലാ തിങ്സും ഓർഡർ ആക്കി വെക്കണം, ഇങ്ങനെയുള്ള ഓർഡർ ആയിട്ട്. അല്ലാതെ നമ്മൾ ആജ്ഞാപിക്കുക ആ ഒരു മീനിങ് അല്ല, എല്ലാ സാധനവും കറക്റ്റ് പ്ലേസിൽ തന്നെ വെക്കുക, ആ ഒരു പ്രോസസ്സാണ് ഓർഡർ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. 11th വൺ ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് നോർമലി അറിയാമല്ലേ, എല്ലാവരും ഈക്വൽ ആയിരിക്കും. അതായത് മാനേജേഴ്സ് എന്താണ്, എല്ലാവരോടും ഫ്രണ്ട്ലിയും കൈൻഡ് ആയിട്ടായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, അല്ലാതെ ഓരോരുത്തരോടും ഓരോ ടൈപ്പിലായിരിക്കില്ല ബിഹേവ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇവിടെ എന്ത് പാടില്ല, ഗ്രൂപ്പീസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതായത് എല്ലാവരോടും ഈക്വൽ റേറ്റ്സോടെ ഈക്വൽ ആയിട്ടായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് എന്നാണ് അർത്ഥാക്കുന്നത്. 12th വൺ ആണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എല്ലാവർക്കും, എല്ലാ എംപ്ലോയീസിനും എന്താ മസ്റ്റായിട്ട് വേണ്ടത്, ഒരു കമ്പനിയിൽ സേഫ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ മൈൻഡ്സിൽ തന്നെ എന്ത് സെറ്റ് ചെയ്യാണ്, സെക്യൂരിറ്റി, അവർ സെക്യൂർഡ് ആണ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ. 13th വൺ ആണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം വരിക, അതായത് ഒരു ഇൻഡിവിജ്വൽ സ്വയം പറയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ കാപ്പബിൾ ആണ്, ഞാൻ ഇത് ചെയ്തു തീർക്കാം, ഇങ്ങനെ പറഞ്ഞ് വരുന്ന ആൾക്കാരിനെയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയണം, ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം കാപ്പബിളായിട്ട് വരുന്ന ഒരു കാര്യത്തിനെ, അല്ലെങ്കിൽ ആ സ്വയം കാപ്പബിളായിട്ട് വരുന്ന ഒരു വ്യക്തിനെയാണ് എന്ത് പറയുക, ഇനിഷ്യേറ്റീവ് എന്ന് പറയാം. 14th വൺ ആണ് ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞത്. ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ ഇത് യൂണിയൻ ഓഫ് സ്ട്രെങ്ത്, അതായത് നമ്മുടെ ആ ഒരു കമ്പനിയിലെ ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു യൂണിയനെയാണ് ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ യൂണിയൻ എന്തായിരിക്കും, ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം, എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനും ചെയ്യാനൊക്കെ എന്തുള്ളതായിരിക്കണം, നല്ല സ്ട്രെങ്ത്തും എബിലിറ്റിയും ഉള്ള ആൾക്കാരായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻവിറോൺമെന്റ് അതായത് ആ ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്, എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും സം ടോട്ടൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സം ടോട്ടൽ, അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഫോഴ്സസോ ഉണ്ടെങ്കിൽ അതിൻ്റെ സം ടോട്ടൽ. ബിസിനസ്സിൻ്റെ, അതായത് ബിസിനസ്സിൻ്റെ പുറത്ത് ആരൊക്കെയാണോ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബിസിനസ് എൻവിറോൺമെൻറ്റിൽ മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദി എക്കോണമി ഫ്രം ദി ലെജിസ്ലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ റെസ്ട്രിക്ഷൻസും ലെജിസ്ലേഷൻസൊക്കെ എവിടെ നിന്ന് ഫോളോ ചെയ്യുക, എക്കോണമിയിൽ കറക്റ്റായിട്ട് ലിബറലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് ലിബറലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ മെയിനായിട്ട് എയിം ചെയ്യുന്നത് നമ്മുടെ എക്കോണമിയിൽ, പ്രൈവറ്റ് സെക്ടറിന് എന്താണ്, നമ്മുടെ നേഷൻ ബിൽഡിംഗ് പ്രോസസ്സിൽ നല്ലൊരു ഗ്രേറ്റർ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ റോൾ പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ പറഞ്ഞു വെച്ചാൽ മറ്റ് എക്കോണമീസിനെ പോലെ നമ്മുടെ എമർജൻസ് ഓഫ് ഗ്ലോബൽ എക്കോണമിയിൽ ആരും കൂടെ പങ്കെടുക്കണം, നമ്മുടെ എക്കോണമി കൂടെ പങ്കെടുക്കണം എന്നാണ് കേട്ടോ. ഇതായത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഗുഡ്സും ക്യാപിറ്റലും അതുപോലെ തന്നെ ലേബർ അക്രോസ് ദി ഗ്ലോബൽ എക്കോണമിയൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം എന്നാണ് ഗ്ലോബലൈസേഷൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ കേട്ടോ. നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്, നേരത്തെ കൂട്ടി തീരുമാനിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുന്ന ചില തിങ്സ് ഉണ്ട്. നമ്മുടെ കറക്റ്റ് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, പോളിസീസ് അതുപോലെ തന്നെ വല്ല പ്രൊസീജിയേഴ്സും പ്രോഗ്രാംസിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. ഇതാണ് പ്ലാനിങ്ങിൽ നടക്കുന്നത്. ദെൻ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് ആക്ടിവിറ്റി, it is a continuous process, it is futuristic, it involves choice, it is always forward looking, it is an intellectual process, it is flexible കേട്ടോ. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ആണ് സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് പ്രോസസ്സ്. നമ്മുടെ പ്ലാനിങ് പ്രോസസ്സിൻ്റെ മെയിൻ സ്റ്റെപ്സ് കേട്ടോ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ആണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് പ്ലാൻ ഇടുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം, ഒരു ഒബ്ജക്റ്റീവ് വേണം. അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് ഡെവലപ്പിംഗ് പ്രിമൈസസ് എന്ന് പറയുന്നത്. അതായത് പ്ലാനിങ് പ്രിമൈസസ് ഒക്കെ എന്തുമായിട്ട് റെഫർ ചെയ്തിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്, നമ്മുടെ വേരിയസ് അസംഷൻസ്, നമുക്ക് കുറേ അസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്യൂച്ചറിന് വേണ്ടി കറക്റ്റായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഒരു പ്ലാനിന് ഡെവലപ്പ് ചെയ്യാൻ ഉപകരിക്കുക അതൊക്കെ കറക്റ്റായിട്ട്
ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. തേർഡ് വൺ ആണ് ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ് മേക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അത് എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ ആണ് എവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത്, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ കറക്റ്റായിട്ട് എവാലുവേറ്റ് ചെയ്യുക, അത് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ കറക്റ്റായി നോക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ആണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. അതായത് നമ്മൾക്കുള്ള ഓൾട്ടർനേറ്റീവിന് ഒരു ബെസ്റ്റ് വൺ ചൂസ് ചെയ്യുക. ഇതിനെയാണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. സിക്സ്ത് വൺ ആണ് ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ എന്ന് പറയുന്നത്. ആരാണ് ഒരു പ്ലാന് മെയ്ഡ് ചെയ്തത് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആ വ്യക്തി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുക. അതാണ് ഒരു പ്രോസസ്സ്. സെവൻത്ത് വൺ ആണ് ഫോളോ അപ്പ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇതൊക്കെ എന്താണ്, പ്ലാനിങ്ങിൽ എല്ലാ സ്റ്റെപ്സും കറക്റ്റായി ഫോളോ ചെയ്ത് ആ ഒരു പ്ലാനിങ് നടപ്പിലാക്കുന്നതാണ് ഫോളോ അപ്പ് ആക്ഷൻ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ്. നമ്മളൊരു 10 ഡേയ്സ് ഓൺലൈൻ ചാലഞ്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുന്നത് 5 സബ്ജക്ട്സ് ആണ്. ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മലയാളം, ഇംഗ്ലീഷ്. ഈ 5 സബ്ജക്റ്റും വെറും 10 ഡേയ്സ് കൊണ്ട് കവർ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഈ ഒരു 10 ഡേയ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മീറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ സഡനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തും ചോദിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 199 റുപ്പീസിനാണ് നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. 10 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഓർക്കണം, 10 ഡേയ്സ് കൊണ്ട് എന്താണ് ഇത്രയും ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ 5 സബ്ജക്റ്റിലെ ആ ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് ക്രിസ്മസ് എക്സാം ഓറിയൻറ്റഡ് ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് ആവശ്യമുള്ള എല്ലാ പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം, വെറും 10 ഡേയ്സ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 5 സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ കഴിഞ്ഞ് എക്സാമിനായിട്ട് നിങ്ങൾ പക്ക ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നത് December 1 to December 10 വരെയാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു ഓഫർ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓഫർ എന്ന് വെച്ചാൽ 2 സ്റ്റുഡൻസ് ഒപ്പമാണ് ചേരുന്നത് എന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 150 മാത്രമായിരിക്കും കേട്ടോ ഫീസായിട്ട് വരുന്നത്. അതായത് 2 സ്റ്റുഡൻറ്റ് പാക്കേജ് ആണ്. വെറും 300-നാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് 199 റുപ്പീസ് യൂസ് ചെയ്ത് ഈ 10 ഡേയ്സ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചേരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895 കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.